നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് അർജന്റായിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു പ്രവർത്തനമുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കുക. അല്ലാത്തിടത്തോളം നിങ്ങൾക്ക് ഈ രീതിയിലൊരു മെസ്സേജ് ആയിരിക്കും പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയം കാണാൻ കഴിയുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിൽ നിന്നും റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ കാണുന്ന ക്വിറ്റ് എന്നോ അല്ലെങ്കിൽ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ കൊടുക്കാതെ തന്നെ നമ്മൾക്കിത് പൂർണ്ണമായിട്ടും മാറ്റാവുന്നതാണ്. അതിന് നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഏത് ഫോണാണോ ഉപയോഗിക്കുന്നത് ആ ഫോണിനകത്തുള്ളൊരു ഡെവലപ്പർ മോഡ് ഓപ്ഷൻ ഉണ്ട്. അത് നിർബന്ധമായിട്ടും ഓഫ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഓരോ ഫോണും ക്യാഷ് ഫോൺ ഉപയോഗിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണൽ ഫോൺ ഉപയോഗിക്കുന്ന പല ബ്രാൻഡുകൾ ഉണ്ടാവും. റെഡ്മി ഉണ്ടാവും, അതേപോലെ തന്നെ സാംസങ് ഉണ്ടാവും, മോട്ടറോള ഉണ്ടാവും. ഒരുപാട് ബ്രാൻഡുകളായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഏതാണെങ്കിലും ഡെവലപ്പർ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിനകത്ത് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക. ആ സെറ്റിംഗ്സിൽ ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ടാവും. അത് ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും. എന്നിരുന്നാലും ആ സെർച്ച് ബാറിൽ ഇതുപോലെ ഡെവലപ്പർ എന്നോ ഡെവലപ്പർ മോഡെന്നോ അല്ലെങ്കിൽ DEL എന്ന് അടിക്കുമ്പോൾ തന്നെ അവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം ഒരു ഓപ്ഷൻ വരും. അത് ഓഫ് എന്ന് തന്നെ ഇത് പ്രകാരം കൊടുക്കുക. അങ്ങനെ ഓഫ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും പുറകിലോട്ട് വന്ന് നമ്മളെ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഒന്ന് വീണ്ടും ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഇത് പ്രകാരം തന്നെ കുറച്ച് സമയം എടുക്കും. അതിനുശേഷം ഇത്തരത്തിൽ നമുക്ക് പഴയ രീതിയിൽ തന്നെ അലേർട്ട് മെസ്സേജ് ഇല്ലാതെ പോർഷൻ ട്രാക്കർ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലേക്ക് മാറുന്നതിന് നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഡെവലപ്പർ മോഡ് ഓഫിൽ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഉറപ്പാക്കണം. അങ്ങനെ ഓഫ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓഫ് ആക്കുക. താങ്ക് യു.